എമിയുടെ അമ്മ അവളുടെ ഇച്ചായന്മാർക്ക് ഫുഡ് വിളമ്പുകയാണ്. ജോമോൻ, എമിയുടെ രണ്ടാമത്തെ ഇച്ചായൻ, അവൻ്റെ അമ്മയോടായി ചോദിച്ചു, അമ്മച്ചി, കൊച്ചിനെ വിളിച്ചായിരുന്നോ? ആ, രാവിലെ ഒന്ന് വിളിച്ചതായിരുന്നടാ. വൈകുന്നേരം വിളിക്കാമെന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. പക്ഷേ അവൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോഴാണ് അവിടേക്ക് എമിയുടെ പപ്പ വന്നിരുന്നത്. പെട്ടെന്ന് എമിയുടെ അമ്മ അയാൾക്കൊരു പ്ലേറ്റ് വെച്ചു. അതിലേക്ക് ഫുഡ് വിളമ്പി. ജിജോ, എമിയുടെ മൂത്ത ഇച്ചായനാണ്, നിനക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. കുന്നേൽ വർക്കിച്ചൻ്റെ മോൾ, നീ അറിയും, ആനി, നമ്മുടെ പള്ളിയിൽ കൊയറിൽ പാടാനൊക്കെ ഉള്ള കൊച്ചാ. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. കൊച്ചിപ്പം ഓരോ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ജോലി കിട്ടിയിട്ട് മതിയെന്നാണ് കൊച്ചിൻ്റെ തീരുമാനം. പക്ഷേ വർക്കി അവൻ ഇതൊന്ന് ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. ജിജോയുടെ മുഖം നാണത്താൽ വിടർന്നു. അവൻ ചിരിച്ചുകൊണ്ട് തല കുനിച്ചു. വർഗീസ് വിളിച്ചു. ത്രേസ്യ, അയാളുടെ വിളിയിൽ അവൾ പറഞ്ഞു. പറയൂ ഇച്ചായ, രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ പോകാനുള്ളതാണ്. അതിന് ശരി ഇച്ചായ എന്ന് ത്രേസ്യ പറഞ്ഞു. ഇവിടെ പുരുഷന്മാർ കഴിച്ചതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾ ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും റൂമിലേക്ക് പോയി. എന്നാൽ ത്രേസ്യയ്ക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ വീണ്ടും ഫോണെടുത്ത് എമിയെ വിളിച്ചു. അപ്പോഴും കോൾ അറ്റൻഡ് ചെയ്ത് കാർത്തികയായിരുന്നു. ത്രേസ്യ തിരക്കി, മോളെ, എമി എവിടെ? അതിന് കാർത്തിക പറഞ്ഞു, ആ ആൻറ്റി, പേടിക്കാനൊന്നുമില്ല, അവൾക്ക് ചെറിയൊരു വയറുവേദനയാ, കിടക്കുക. അവൾക്ക് ഡേറ്റ് ആയോ മോളെ? ത്രേസ്യ തിരക്കി. ആ ആൻറ്റി, അതിൻ്റെയാണെന്നാണ് അവൾ പറഞ്ഞത്. അവളെ വിളിക്കണോ ആൻറ്റി? കാർത്തിക ചോദിച്ചു. വേണ്ട മോളെ, ഈ സമയത്ത് അവൾക്ക് നല്ല വയറുവേദന ഉണ്ടാകും. അവൾ വല്ലതും കഴിച്ചായിരുന്നോ? ആ, അതൊക്കെ കഴിച്ചു. വയറ് നിറച്ച് ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് അവൾ കുമ്പുകണ്ണിയെപ്പോലെ കിടക്കുന്നത്. കാർത്തികയുടെ പറച്ചു കേട്ടതും അതുവരെ ആദ്യം നിറഞ്ഞു നിന്നിരുന്ന ത്രേസ്യ പൊട്ടിച്ചിരിച്ചു. അവളുടെ സംസാര ശൈലി എന്തോ വലിയ ഇഷ്ടമാണ് അവർക്ക്. കാർത്തിക ഫോൺ വെച്ചതും ദിവ്യ അവളോടായി ചോദിച്ചു, ആരാ വിളിച്ചത്? എമിയുടെ മമ്മിയാണോ? അതെ എന്ന് കാർത്തിക തല ചലിപ്പിച്ചു. പെട്ടെന്ന് ദിവ്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൾ അത് അറ്റൻഡ് ചെയ്തു. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമായിരുന്നു. ദിവ്യ കോൾ കട്ട് ചെയ്ത് കാർത്തികയോടായി പറഞ്ഞു, മോളെ, എനിക്ക് കാഷ്വാലിറ്റിയിൽ പോകണം. അവിടെ ഒരു ക്രിട്ടിക്കൽ കേസുണ്ട്. പിന്നെ കാണാം. അതും പറഞ്ഞ് ദിവ്യ പുറത്തേക്ക് ഓടി. ദിവ്യ അവിടെ ചെല്ലുമ്പോൾ കേസ് അർജുൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൻ പേഷ്യൻറ്റിന് CPR കൊടുക്കുകയാണ്. അവൾ വേഗം മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു. പോയ ജീവൻ തിരിച്ചു പിടിച്ച ഒരു സംതൃപ്തിയിൽ അവനുണ്ടായി. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ ICUവിലേക്ക് മാറ്റി. അർജുൻ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. റൂം നോക്ക് ചെയ്ത് അകത്തേക്ക് കയറിയതും അവിടെ എമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആ ഒരു നിമിഷം അവളെ തന്നെ കണ്ണുകളെടുക്കാതെ നോക്കി നിന്നു. എനിക്ക് ഈ ഉള്ളവളെ കാണുമ്പോൾ എന്ത് വികാരമാണ് ഉണ്ടാകുന്നത്? ഞാനിപ്പോൾ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നീ പ്രിയയല്ല, എമിയാണ് എന്ന്. മരിച്ചവർ ഒരിക്കലും തിരിച്ചു വരില്ല. അത് ഞാൻ അംഗീകരിക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കണം. ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അർജുൻ അതും മനസ്സിലായി ചിന്തിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. എമി എന്നവൻ പതിയെ അവളെ വിളിച്ചു. അതിന് അവൾ പയ്യെ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി. ഇപ്പോൾ വയറുവേദന എങ്ങനെയുണ്ട്? കുറഞ്ഞോ? അതിനവൾ എന്ന് മോളി. തനിക്ക് എല്ലാ മാസവും ഇതുപോലെ വരാറുണ്ടോ? അവൾ ഉണ്ട് എന്ന് തല ചലിപ്പിച്ചു. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ മുഖത്ത് നേരെ മുഖമടുപ്പിച്ച് അവളോടായി പറഞ്ഞു, യെസ് ഓർ നോ, അത് നീ വാ തുറന്ന് തന്നെ പറയണം, കേട്ടല്ലോ? എനിക്ക് അതാണ് ഇഷ്ടം. അവൾ പേടിച്ച് ഓക്കെ സാറെന്ന് പറഞ്ഞു. ഗുഡ്. അവൻ അവളുടെ ഷോൾഡറിലെ ഒന്ന് തട്ടി. അവളുടെ അടുത്തേക്ക് ചെയർ വലിച്ചിട്ടിരുന്നു അർജുൻ. ട്രിപ്പ് ഏകദേശം കഴിയാറായി. കാർത്തിക എവിടെ? അർജുൻ്റെ ആ ചോദ്യം കേൾക്കെ ആമി, ഞങ്ങളുടെ പേരൊക്കെ പഠിച്ചു. കുട്ടിക്ക് അറിയില്ലല്ലോ കുറച്ച് മുമ്പേ അവൾ ഫ്രണ്ട്ഷിപ്പ് കരാറിൽ ഒപ്പിട്ടത്. എമി, അവളുടെ പേരല്ലേ ഇപ്പോൾ സാറിൻ്റെ വായിൽ നിന്നും വന്നത്? ഡി. അർജുൻ്റെ ആ വിളിയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് പറഞ്ഞു, ബാഗെടുക്കാൻ പോയതാ, ഇപ്പോൾ വരും. അവളുടെ പറച്ചു കേട്ടതും അർജുൻ്റെ ചുടികളിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. ട്രിപ്പ് കഴിഞ്ഞതും കയ്യിലെ ക്യാമറ അവൻ തന്നെയാണ് റിമൂവ് ചെയ്തത്. അവൻ അവൾക്ക് നോവാതെ പതിയെ, വളരെ പതിയാണ്
അവൻ ഓരോന്ന് ചെയ്തത്. അവൾ അവനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. ക്യാനിലെ ഊരിയ ഭാഗത്ത് നിന്നും ബ്ലഡ് വരുന്നത് കണ്ടതും അവൻ കുറച്ച് പഞ്ഞിയെടുത്ത് അതിലേക്ക് വെച്ച് അമർത്തി പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും കാണുന്നത് അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന എമിയെയാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ നിറഞ്ഞു. അവൻ അവളെയും അവൾ അവനെയും മതിമറന്ന് നോക്കിയിരുന്നു. പെണ്ണിൻ്റെ നിറയെ കൺപീലികൾ നിറഞ്ഞ കണ്ണുകൾ വരച്ചതുപോലെയുണ്ട്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നാത്തതുപോലെ. അർജുൻ അവളിൽ അടിമപ്പെട്ടു പോകുന്ന പോലെ അവന് തോന്നി. എന്നാൽ എമി അവൻ്റെ കെയറിങ്ങിൽ അവനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടിയത്. കമിൻ എന്നവൻ ഉറക്കെ പറഞ്ഞതും കാർത്തിക അകത്തേക്ക് വന്നു. കഴിഞ്ഞോ അർജുൻ സാർ? അവൾ കൂളായി അവനോട് ചോദിച്ചു. അതിനവൻ അവളോട് പറഞ്ഞു, കഴിഞ്ഞു. നീ ഇത് എവിടെ പോയിരുന്നു? അത് ഞാൻ ബാഗെടുക്കാൻ പോയതാണ്. കാർത്തിക മറുപടി കൊടുത്തു. എന്നാൽ എമി രണ്ടുപേരെയും മാറി മാറി നോക്കി. എമി, ഇവൾക്കിതെന്താ പറ്റിയത്? ഇവളുടെ തലക്കാരെങ്കിലും അടിച്ചോ? ആരോടാ എന്താ സംസാരിക്കുന്നതെന്ന് പോലും ബോധമില്ലാതെ നിന്ന് എന്തൊക്കെയോ പറയുക. എൻ്റെ മാതാവേ! അർജുൻ കാർത്തികയെ വിളിച്ചു. ടോ! കാർത്തിക എന്തോ എന്ന് വിളി കേട്ടു. കാർത്തികയുടെ എന്തോ എന്നുള്ള വിളി അർജുന് നന്നേ ബോധിച്ചു. തൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറ. അതിനവൾ സ്പീഡിൽ അവളുടെ നമ്പർ പറഞ്ഞതും, വെയിറ്റ് ഞാൻ എൻ്റെ ഫോണൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. അതിനെ കാർത്തിക നാക്ക് കടിച്ച് തലയ്ക്ക് സ്വയം കൊട്ടി. കാർത്തികയുടെ ഫോൺ നമ്പർ അർജുൻ അവൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. എനിക്കിതൊക്കെ കാണുകെ വല്ലാത്ത കുശുമ്പ് അവിടെ വന്ന് മൂടി. കാർത്തികയുമായി സംസാരിക്കുന്നുണ്ട് എങ്കിലും അർജുൻ്റെ കണ്ണുകൾ എമിയിൽ പാറി വീഴുന്നുണ്ടായിരുന്നു. കാർത്തികയുമായി വാതോരാതെ സംസാരിക്കുന്ന അർജുനെ കാണുകെ ഒരേ സമയം എമിയിൽ അതിശയവും കുശുമ്പും നിറഞ്ഞു. തന്നോട് ഇങ്ങനെയല്ലല്ലോ കുറച്ചു മുന്നേ കാണിച്ചത്. കടിച്ചു കീറാൻ വരുന്ന പോലെ ആയിരുന്നു. അവളെ കണ്ടില്ലേ? അവൾക്കിപ്പോൾ എന്നെ വേണ്ട അല്ലേ? കാണിച്ചു കൊടുക്കുന്നുണ്ട്. അർജുൻ എമിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തെ ഭാവവും പിറുപിറുക്കുന്നതും കാണുകെ അർജുൻ പറഞ്ഞു, കുശുമ്പി പാറു. കാർത്തികയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. പെട്ടെന്ന് അർജുൻ അവരോട് രണ്ടാളോടുമായി ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഹോസ്റ്റലിലേക്ക്? അവർ പറഞ്ഞു, നടന്നാണ് പോകാറ്. ഇവൾക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു പോകും. അത് വേണ്ട, ഞാൻ കൊണ്ടാക്കാം, അർജുൻ പറഞ്ഞു. അത് കേട്ടതും രണ്ടുപേരും ഞെട്ടി. എന്തോന്നാ, സാറ് കൊണ്ടുവിടാനോ? നല്ല കഥയായി. നാളെ ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യേണ്ടതാ. ആരേലും കണ്ടാൽ തീർന്ന്. അതിന് അർജുൻ ഇടയിൽ കയറി പറഞ്ഞു, ലുക്ക് കാർത്തിക, ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടാക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. വേറെ ആർക്ക് എന്താണ് പ്രശ്നം? പിന്നെ നീ എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെയാ. അപ്പോൾ എമിയോ സാർ? കാർത്തിക പെട്ടെന്ന് ചോദിച്ചു. അതിന് അവൻ ഒരു നിമിഷം എമിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എമി എൻ്റെ സ്റ്റാഫ്. അതിന് കാർത്തിക ഉറക്കെ ചിരിച്ചു. അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. കലക്കി, എനിക്കിഷ്ടപ്പെട്ടു. ഇവൾ കുറേ കാലം കൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന ആളാവുക. ഇവളുടെ അഹങ്കാരം ഇന്നോടെ തീർന്നു. അർജുൻ എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞത് കാർത്തികയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, ഇവളുടെ അഹങ്കാരം, അതാണ് സാർ എട്ടാക്കി ഓടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തത്. അത് കേട്ടതും അർജുൻ എമിയെ നോക്കി. അവൻ്റെ ചുണ്ടിൻ്റെ താഴെ പതിയെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ചുമ്മാ എന്ന് പറഞ്ഞു. അത് എമിയിൽ വളരെയധികം സന്തോഷമുണ്ടാക്കി. അർജുൻ അറ്റൻഡറിനെ വിളിച്ചു വീൽചെയർ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് എമി അവനെ തടഞ്ഞു. സാർ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അതിന് അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അതും പറഞ്ഞ് അവൻ പാർക്കിങ്ങിലേക്ക് പോയി കാറുമായി വന്നു. അറ്റൻഡർ വീൽചെയറിൽ അവളെയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ ഇരു കൈകൾ കോരിയെടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി. ചുറ്റും നിന്നവർ ഒന്ന് ഞെട്ടി. അവൾ നാലുപാടും കണ്ണുകൾ പായിച്ചു. അവൻ്റെ കാർ അവരുമായി ഹോസ്റ്റലിലേക്ക് തിരിച്ചു. അർജുൻ അവരെ ഹോസ്റ്റലിലാക്കി തിരിച്ചു പോകുന്ന വഴിയാണ് അഭിലാഷ് അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. പറ ബി. അർജുൻ, നീ എവിടെയാ? ഞാൻ വീട്ടിലേക്ക് പോകുക. ഹൈവേയിലേക്ക് ഇപ്പോൾ കയറി. എന്നാൽ മോൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വാ. എന്താടാ പ്രശ്നം? അബിയുടെ വാക്കിലെ വെപ്രാളം തിരിച്ചറിഞ്ഞപ്പോൾ അർജുൻ ചോദിച്ചു. അത് ശേഖരൻ അങ്കിൾ ഇവിടെ അഡ്മിറ്റായി. വാട്ട്?
അവൻ്റെ കാർ അവൻ സൈഡിലേക്ക് ഒതുക്കി. അച്ഛനോ? അച്ഛൻ എപ്പോൾ? ഒരു 10 മിനിറ്റായി. നിൻ്റെ വീട്ടിലെ ഡ്രൈവർ ഉണ്ണി, പുള്ളിക്കാരനാണ് കൊണ്ടുവന്നത്. ദേവിക മേഡം ഇല്ലേ കൂടെ? അർജുൻ ചോദിച്ചു. അതിന് അഭി മടിച്ച് പറഞ്ഞു, ഇല്ലടാ അർജുൻ, നീ വീട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട. അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒരു നിമിഷം അർജുൻ വീട്ടിലേക്ക് ചാടിക്കിടന്നു. ഒന്ന് നെടുവേർപ്പെട്ടു. ഓക്കേടാ, നീ വെച്ചോ, ഞാനിപ്പോൾ വരാം. ഹോസ്റ്റലിൽ കയറിയതും മുന്നേ നടക്കുകയായിരുന്നു എമി. ഡി, നിൻ്റെ ബാഗിൽ ഫുള്ളായിട്ടുണ്ട്, നീ കണ്ടില്ലായിരുന്നോ? അവൾ ഇല്ല എന്ന് തല ചലിപ്പിച്ചു. ആ, നീ കണ്ടില്ലേൽ കാണേണ്ടവർ കണ്ട്. അതാരാ? എമി ചോദിച്ചു. അർജുൻ സാറ്. പുള്ളിയല്ലേ എന്നെ പൊക്കിയെടുത്തതും കിടത്തിയതും വീൽ ചെയർ ഇരുത്തിയതും എല്ലാം. അയ്യേ, എമി തലക്കിട്ട് പൊട്ടി. ഡി എമി, നമ്മൾ എടുത്തിരിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷനാണ്. പിന്നെ അർജുൻ സാർ ഒരു ഡോക്ടറും. ഓക്കെ. അവൾ പറഞ്ഞ ഡയലോഗ് കാർത്തിക തിരിച്ച് എമിയോടായി പറഞ്ഞു. എന്നിട്ട് സ്ലോ മോഷനിൽ അകത്തേക്ക് നടന്നു. പിറ്റേ ദിവസം പതിവ് പോലെ ഡ്യൂട്ടിക്ക് വന്നതാണ് എമിയും കാർത്തികയും. അവൾ അർജുൻ്റെ ക്യാബിൻ ചെന്ന് പതിവ് പോലെ എല്ലാം അടുക്കി വെക്കാൻ തുടങ്ങി. അവൾ വാച്ചിലേക്ക് നോക്കി. അർജുൻ സാർ വന്നില്ലല്ലോ, ഇത്ര ലേറ്റോ? എന്തായിരിക്കും? അതും ആലോചിച്ച് അവൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ദിവ്യ അവൾ കാണുന്നത്. ചേച്ചി എന്നും പറഞ്ഞ് എമി അവളുടെ കയ്യിൽ തൂങ്ങി. ദിവ്യ ചോദിച്ചു, നിൻ്റെ വയറുവേദനയൊക്കെ മാറിയോ? അതിന് എമി ചിരിച്ചുകൊണ്ട് മാറിയെന്ന് പറഞ്ഞു. ചേച്ചി എന്താ ഇവിടെ ഈ ടൈമിൽ? ചേച്ചിക്ക് ഇവൻ്റ് ഡ്യൂട്ടി അല്ലേ? ഓ, അതാണോടാ. അത് അർജുൻ്റെ അച്ഛൻ ഇവിടെ അഡ്മിറ്റാണ്. അങ്കിളിന് പരിചയമുള്ളവർ അടുത്ത് വേണം. പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മാനസികവും ശാരീരികവുമായി. അതുകൊണ്ട് ഞാനും അഭിയും അർജുനും ഇവിടെ അങ്കിളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആണോ? അപ്പോൾ അർജുൻ സാർ ഇവിടെ ഉണ്ടോ? അത് ചോദിക്കുമ്പോൾ എമിയുടെ കണ്ണുകളിലെ തിളക്കം ദിവ്യ ശ്രദ്ധിച്ചു. ചേച്ചി, ഞാനിവിടെ വന്നോട്ടെ? ദിവ്യ ചോദിച്ചു. എവിടേക്ക്? സാറിൻ്റെ അച്ഛനെ കാണാൻ. അതിന് ദിവ്യ ഒന്ന് ഞെട്ടി. എൻ്റെ ഈശ്വര, അവളോട് ഞാൻ എന്ത് പറയും? അങ്കിളിനെ മോളെ കണ്ടാൽ പ്രശ്നമാണ്. അത് മോളെ, നീ ഇപ്പോൾ വരണ്ട, ഞാൻ കൊണ്ടുപോകാം. അങ്കിളൊന്ന് ഓക്കെ ആയി വരട്ടെ. അത് കേട്ടതും എമിക്ക് ഒരു ചെറു നോവുണ്ടായി. അപ്പോഴാണ് കാർത്തിക വന്ന് പറയുന്നത്, ഈ ഫയലൊന്ന് CT സ്കാനിൽ കൊണ്ടുപോയി കൊടുക്കാമോ? ഇവിടെ അർജുൻ സാർ വന്നിട്ടില്ലല്ലോ. അത് കേട്ടതും കാർത്തികയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി എമി സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. ഇതേ സമയം തന്നെയായിരുന്നു അർജുൻ അവൻ്റെ അച്ഛനെയും കൂട്ടി അവിടേക്ക് വന്നത്. എമി ഫയൽ കൊടുക്കാൻ വേണ്ടി ഡോറ് തുറന്നതും ഡോറിൻ്റെ വിടവിലൂടെ ശേഖരൻ എമിയെ കണ്ടു. അയാൾ ഉറക്കെ വിളിച്ചു, പ്രിയമോളെ. അയാൾ വിളിക്കുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഫയലും പിടിച്ച് നിൽക്കുന്ന എമിയെ കാണുകെ അവിയും ദിവ്യയും ഒന്ന് പതറി. എന്നാൽ അർജുൻ്റെ ചുണ്ടിൽ ഒരു ചിരിയായിരുന്നു. അയാൾ അവളെ അടുത്തേക്ക് കൈയാട്ടി വിളിച്ചു. അവൾ പതിയെ ഡോറ് തുറന്ന് ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ആരാ പ്രിയ? ഇന്നലെ മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ്. അർജുൻ സാറിൻ്റെ വായിൽ നിന്നും താൻ കേട്ട പേരാണ് പ്രിയ. ആരാണ് അവൾ?